ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അടിപൊളിയായിട്ടില്ലേ? കാര്യങ്ങളൊക്കെ പോകുന്നു. വിഷു ഡേ ആണ് ഇന്ന്. വിഷു വീട്ടിലായിരുന്നു, ലീവായിരുന്നല്ലോ. അപ്പം സൺഡേ ഓഫ് ഓൾറെഡി ഉള്ളത്, പിന്നെ വിഷുവിൻ്റെ ലീവ് മൺഡേ. അപ്പോൾ വൺ ഡേ മാത്രമേ ലീവ് ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ വിഷു നോർമലി അങ്ങനെ വലിയ കാര്യമായിട്ട് എന്നല്ല സെലിബ്രേറ്റ് ചെയ്യാറില്ല ഞങ്ങൾ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിത്തം കഴിഞ്ഞിട്ട് പിന്നെ ജോബൊക്കെ ആയി അവിടെ ഇവിടെയൊക്കെ അങ്ങനെ പോയി, അങ്ങനെ താമസിച്ചു, അങ്ങനെയൊക്കെ ആയി. പിന്നെ അങ്ങനെ വലിയ സെലിബ്രേഷൻസ്, ഇത്തരത്തിലുള്ള സെലിബ്രേഷൻസ്, അതായത് വിഷു, ഓണം, ക്രിസ്മസ്, പെരുന്നാൾ, അങ്ങനത്തെ സെലിബ്രേഷൻസ് ഒന്നും അങ്ങനെ ചെയ്യാറില്ല. പിന്നെ പഠിത്തം കഴിയുന്നവരെയൊക്കെ എന്ന് പറയുന്നത് നമ്മൾ ഫാമിലി ആയിട്ടൊക്കെ ഡിപ്പെൻഡ് ആയിട്ട് നിൽക്കുന്ന ഒരു ടൈമാണ്. അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ സെൽഫായിട്ട് നമ്മൾ കാര്യങ്ങൾ തീരുമാനിക്കാനും സെൽഫായിട്ട് മാറി താമസിച്ചിട്ടുള്ള ആ ഒരു ഇതൊക്കെ വരുന്ന ടൈം ആയതുകൊണ്ടാവണം. പിന്നെ ബേസിക്കലി വിശ്വാസികളല്ല, ഒരു മതത്തിൻ്റെയും ഒരു അങ്ങനത്തെ മതപരമായ സെലിബ്രേഷൻ രീതികളോട് വലിയ താല്പര്യമില്ല. കുഴപ്പമില്ല, ആൾക്കാർ ചെയ്യുന്ന കാണുന്നത് സന്തോഷമാണ്, മുമ്പ് ചെയ്തിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഇപ്പോഴെന്തോ വർക്കും കാര്യങ്ങളൊക്കെ ആയി ആകെ ഒരു ദിവസമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു രീതിയിൽ കളയാൻ വേണ്ടി താല്പര്യമില്ല. പിന്നെ ബേസിക്കലി അമ്പലം അങ്ങനത്തെ കാര്യങ്ങളിലൊന്നും പോവാറോ കാര്യമൊന്നുമില്ല, വിളക്ക് കത്തിക്കുവോ അങ്ങനത്തെ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ വിഷു, ഓണം അതൊന്നും അത്ര വലിയ കാര്യമായിട്ട് സെലിബ്രേറ്റ് ചെയ്യാറില്ല. പിന്നെ വെറുതെ ലീവ് ആയതുകൊണ്ട് വീട്ടിൽ നിൽക്കുവാണല്ലോ എന്ന് വെച്ചിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കും. അതായത് കണി വെക്കുക, അങ്ങനത്തെ പൂക്കളിടുക, അതൊന്നും ചെയ്യാറില്ല. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണല്ലോ അല്ലെ. അത് ചെയ്യുന്നവരോട് എനിക്ക് കുഴപ്പമൊന്നുമില്ല. ചെയ്യുന്നവർ ചെയ്യട്ടെ, അവരാഘോഷിക്കട്ടെ. എല്ലാ സെലിബ്രേഷൻസും നമ്മുടെ ലൈഫിൽ ഉണ്ടാവേണ്ടതാണ്, നമ്മളത് ആഘോഷിക്കേണ്ടതാണ്. പക്ഷെ അത് ഇഷ്ടമല്ലാത്തത് കൊണ്ട് അത് ചെയ്യുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇന്നൊരു നോർമൽ ഡേ ആണ് എന്ന് പറയാൻ പറ്റുമോ എന്നറിയില്ല. ബേസിക്കലി ഒരു നോർമൽ ഡേ തന്നെയായിരിക്കും. കാരണം ഫുഡ് ഉണ്ടാക്കുന്നു എന്നുള്ളത് മാത്രമാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. ബാക്കിയുള്ള വിഷുവായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞത് വലിയൊരു ടാസ്ക് ആണല്ലോ. നമുക്ക് വിഷു, ഓണം എന്നൊക്കെ പറയുന്നത് സദ്യയും കാര്യങ്ങളൊക്കെ അല്ലേ ഉണ്ടാക്കണ്ടേ. സദ്യയൊക്കെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ആലോചിക്കുന്നത് തന്നെ തലവേദനയാ. കാരണം സാമ്പാർ, കൂട്ടുകറി, തോരൻ, ഇത് അവിയല്, അങ്ങനെ കുറെ ഡിഫറെന്റ് ആയിട്ടുള്ള പച്ചക്കറി വെച്ചിട്ടുള്ള സാധനങ്ങൾ, ഇത് മുഴുവൻ അരിയണം, ഇത് മുഴുവൻ ഉണ്ടാക്കണം. വലിയ ടാസ്ക് പിടിച്ച പരിപാടിയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ സദ്യ ഒന്നും ഉണ്ടാക്കാറില്ല. സദ്യയൊക്കെ കഴിക്കാൻ തോന്നിയെങ്കിൽ പുറത്തു പോയി കഴിക്കും. പിന്നെ ഓഫീസിൽ ഓൾറെഡി സദ്യ ഉണ്ടായിരുന്നല്ലോ, അപ്പൊ ഞാൻ കഴിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സദ്യയും പായസമൊക്കെ കഴിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ കുഴപ്പമൊന്നുമില്ല, അതൊക്കെ സെറ്റായിരുന്നു. അതുകൊണ്ട് ഇന്ന് രാവിലെ തന്നെ എന്തുണ്ടാക്കണം എന്നുള്ള കാര്യത്തിൽ ആലോചിക്കലായിരുന്നു. എന്ത് രാവിലെ ഉണ്ടാക്കണം, എല്ലാ ദിവസത്തെയും ആലോചന മെയിനായിട്ട് അതാണ്. എന്ത് നാളെ ഉണ്ടാക്കും, എന്ത് രാവിലെ ഉണ്ടാക്കും, ഉച്ചക്ക് എന്തുണ്ടാക്കും, അങ്ങനെ ഒരു ഇതാണ്. അപ്പോൾ ഓൾറെഡി ഇങ്ങനെ പ്ലാൻഡ് ആയിരുന്നു ഇങ്ങനെ ഉണ്ടാക്കാന്നുള്ള കാര്യത്തിൽ. കാരണം ലീവാണ് ഓൾറെഡി, അങ്ങനെ ഒരു ഇതുകൊണ്ട് ഉണ്ടാക്കാന്നുള്ള കാര്യം വിചാരിച്ചു. അങ്ങനെ തലേ ദിവസം കുറച്ച് ചിക്കൻ, അതായത് സൺഡേ കുറച്ച് ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ഈ പത്തിരി ഭയങ്കര ഇഷ്ടമാണ്. നെയ്പത്തിരി എന്നാണ് പറയാ. ഈ അരിമാവും അരി, പുട്ടുപൊടി ഞാൻ ഉണ്ടാക്കുന്നത് പുട്ടുപൊടി, അരിപ്പൊടി, അത് മിക്സ് ചെയ്ത് ചൂടുവെള്ളത്തിൽ കുഴച്ചിട്ട് അതിനകത്ത് തേങ്ങ, അതുപോലെ പെരുംജീരകം, പിന്നെ ഉള്ളി, അതൊക്കെ ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്തിട്ട് അതിനകത്തിട്ട് കുഴച്ചിട്ട് ചുട്ടെടുക്കല്ല, എണ്ണയിൽ കോരിയെടുക്കുന്നതാണ് നെയ്പത്തിരി എന്ന് പറയുന്നത്. അപ്പോൾ അതുണ്ടാക്കാന്ന് വെച്ചാൽ അതും ചിക്കൻ കറി നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ അതുണ്ടാക്കാന്ന് വെച്ചു. അപ്പോൾ അതിൻ്റെ മാവൊക്കെ കുഴച്ച് സെറ്റാക്കി. അപ്പോൾ അങ്ങനെ ചുട്ടെടുക്കുവാണ്. എനിക്ക് വല്ലപ്പോഴും ഉണ്ടാക്കുള്ളൂ ഇത്. കാരണം എന്താ വെച്ചാൽ സമയം ഉണ്ടാവില്ല, കുറച്ച് ടൈം വേണം ഇത് ഒന്ന് കുഴച്ച് സെറ്റാക്കി എടുക്കാൻ. പിന്നെ ഓൾറെഡി ചിക്കൻ കറി ഉള്ളത് കൊണ്ട് ഞാൻ വിചാരിച്ചു അപ്പോൾ ഇതും കൂടി ആയിക്കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിട്ട് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ അതായിക്കൊണ്ടിരിക്കുവാണ്. നല്ല വൃത്തിയായിട്ട് ഇതൊക്കെ ഇങ്ങനെ ആക്കി ഇങ്ങനെ സെറ്റായി വരുമ്പോൾ ഒരു ഭയങ്കര സന്തോഷമാണ്. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട പണി നല്ല സെറ്റായി വന്നല്ലോ എന്നുള്ളൊരു സമാധാനമാണ്. അങ്ങനെ നെയ്പത്തിരി, അതുപോലെ ചിക്കൻ കറി ഇങ്ങനെ ചൂടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിങ്ങനെ ചുട്ടെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ചുട്ടെടുത്തിട്ട് ഇങ്ങനെ പാത്രത്തിൽ മാറ്റി വെച്ചേക്കുവാണ്.
അങ്ങനെ ഇത് ഉണ്ടാക്കി കഴിഞ്ഞു. പത്തിരിയും ചിക്കൻ കറി എടുത്ത് ചൂടാക്കി പത്തിരി ഉണ്ടാക്കി കഴിഞ്ഞു. നല്ല സോഫ്റ്റായിട്ട് നല്ല ടേസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ കട്ടൻ ചായയും ഉണ്ട്. അങ്ങനെ അത് കഴിക്കുകയാണ് ഞാൻ. വല്ലപ്പോഴും കഴിക്കുന്നത് കൊണ്ട് തന്നെ നല്ല ആക്രാന്തമുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നല്ല നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല കോമ്പിനേഷൻ. കുറേ കാലമായി ഈ ഒരു കോമ്പിനേഷനിൽ ഫുഡ് കഴിച്ചിട്ട്. അങ്ങനെ അത് കഴിഞ്ഞു വീണ്ടും കുക്കിംഗ് തന്നെയാണ്. ഉച്ചക്കത്തെ ഫുഡും കാര്യങ്ങളും ഉണ്ടാക്കണം. അതിൻ്റെ ഇടയിൽ പൈനാപ്പിൾ ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ, അതെടുത്ത് കുറച്ച് കട്ട് ചെയ്ത് കഴിച്ചു. പിന്നെ ഇന്ന് ഉച്ചയ്ക്ക് ചെറിയൊരു ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് അളവിനുള്ള ഒരു ബിരിയാണി. ഭയങ്കര സംഭവം ബിരിയാണിയൊന്നുമല്ല, ഒരു തട്ടിക്കൂട്ട് ബിരിയാണി എന്ന് വേണമെങ്കിൽ പറയാം. പെട്ടെന്ന് പണി കഴിയുക, പെട്ടെന്ന് അടുക്കളയിൽ നിന്ന് പോവുക, അതാണ് എൻ്റെ ഉദ്ദേശം. അല്ലാതെ കുറേ ടൈം അടുക്കളയിൽ നിന്ന് ക്ഷീണിച്ച് നമുക്ക് ആ ഫുഡ് പോലും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നമ്മൾ ക്ഷീണിച്ച് പോകുന്ന രീതിയിൽ അങ്ങനെ അടുക്കളയിൽ നിൽക്കുന്നതിനോട് താല്പര്യമില്ല. ഒന്നാമതിപ്പോൾ ചൂടാണ്, ഭയങ്കര ചൂടാണ്. ഈ ഒരു ടൈം തന്നെ നമ്മളിങ്ങനെ അടുക്കളയിൽ ഇങ്ങനെ കഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ, കുറേ മണിക്കൂർ കഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ അങ്ങനെ ചിക്കനൊക്കെ മിക്സ് ചെയ്ത് വെച്ചു, ഫ്രിഡ്ജിൽ വെച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഇതൊക്കെ അരിഞ്ഞ് അതൊക്കെ വഴറ്റിയെടുത്തു. പിന്നെ അരി അവിടെ ഊറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി മിക്സ് ചെയ്യുന്ന പരിപാടിയാണ്. ഇങ്ങനെയല്ല പ്രോപ്പറായിട്ട് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കേണ്ടത്. ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ഒരു തട്ടിക്കൂട്ട് ചിക്കൻ ബിരിയാണിയാണ്. കുഴപ്പമൊന്നുമില്ല, നമുക്ക് ടേസ്റ്റായിട്ട് തന്നെ കഴിക്കാം. അപ്പോൾ ബിരിയാണി ആയിട്ടുണ്ട്. പിന്നെ കുറച്ച് സാലഡ് ഉണ്ട്, പിന്നെ ചമ്മന്തി, അച്ചാർ ഞാൻ കൂട്ടാറില്ല, അതുകൊണ്ട് അച്ചാർ കൂട്ടിയില്ല. ഇത് രണ്ടും കൂട്ടിയിട്ട് കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ട്, അതിൻ്റെ എക്സ്പ്രഷനാണ് കാണുന്നത്. നല്ല ടേസ്റ്റിൽ കഴിച്ചു. അത് കഴിഞ്ഞ് പിന്നെ കുളിക്കാനൊക്കെ പോകാൻ വേണ്ടി നിന്ന് എണ്ണയൊക്കെ തേച്ച് കുളിക്കാൻ വേണ്ടി പോകാൻ നിൽക്കുവാണ്. ഒന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചു, ജസ്റ്റ് ഒന്ന് പുറത്ത് പോകാൻ വേണ്ടിയിട്ട്. എപ്പോഴും അങ്ങനെ വീട്ടിൽ തന്നെ ഇരിക്കുന്ന ഒരു സെറ്റപ്പ് ഇല്ല, ലീവുള്ള ദിവസം പ്രത്യേകിച്ചും വീട്ടിലങ്ങനെ ഇരിക്കുന്ന ഒരു സെറ്റപ്പ് ഇല്ല. ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ച് മോർണിംഗോ അല്ലാത്ത സൺഡേസിലൊന്നും അങ്ങനെ ഉച്ചയ്ക്ക് ഫുഡ് ഉണ്ടാക്കാറില്ല, രാവിലെ മാത്രം ഉണ്ടാക്കി കഴിക്കുക. പിന്നെ ഇന്ന് മൺഡേ ആണല്ലോ, 2 ദിവസം ലീവ് ഉണ്ടല്ലോ, അപ്പോൾ 2 ദിവസം പുറത്തുനിന്ന് കഴിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അങ്ങനെ പിന്നെ ഫുഡ് ഉച്ചക്കത്തെ ഉണ്ടാക്കി കഴിച്ചു. അത് കഴിഞ്ഞാണ് ഇനിയിപ്പം കുളിച്ചൊക്കെ കഴിഞ്ഞ് ഡ്രസ്സ് ചെയ്ത് വൈകുന്നേരമായി, കുറേ ലേറ്റായി പോകാൻ വേണ്ടിയിട്ട്. വൈകുന്നേരം ഒരു കുറേ സമയമായെന്ന് എനിക്ക് തോന്നുന്നത്, 6 മണിയൊക്കെ ആയി പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട്. വിഷുവായിട്ട് റിലേറ്റ് ചെയ്ത് കുറച്ച് പ്രോഗ്രാംസ് ഒക്കെ നടക്കുന്നുണ്ട്. പ്രോഗ്രാംസ് അല്ല, ഫെയർ പോലെ നടക്കുമല്ലോ ഓരോ സെലിബ്രേഷനും, വിഷുവും പിന്നെ ഓണത്തിനും അങ്ങനെയൊക്കെ. അപ്പോൾ അതൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അവിടെയൊക്കെ പോയി. ഇത് ആകാശത്തൊട്ടിലൊക്കെ കാണാം. കുറേ കാലമായി കയറിയിട്ട് ഭയങ്കര പേടിയാണ്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടു ഇതാക്കി പിന്നെ വീട്ടിലേക്ക് പോയി. അത്രേ ഉള്ളൂ. ഒരു എന്താ പറയുക, എന്നെപ്പോലെ വിഷു ആഘോഷിക്കുന്ന ആൾക്കാരുണ്ടാവുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയില്ല. എല്ലാവരും ഭയങ്കര സദ്യ കാര്യങ്ങൾ, കണിവെക്കൽ, അങ്ങനത്തെയൊക്കെ സെലിബ്രേഷൻസ് ഒക്കെ ഉള്ള ആളായിരിക്കും. പക്ഷേ ഞാൻ അങ്ങനെയുള്ള ഒരാളല്ല. അപ്പം നിങ്ങൾക്ക് ബോറടിക്കോ ഇല്ലയോ ഒന്നും എനിക്കറിയില്ല. പക്ഷെ എന്നെ പോലത്തെ ആൾക്കാർ ഇവിടെ ഉണ്ട് എന്നുള്ളത് ഞാൻ വിചാരിക്കുകയാണ്. അപ്പം ഇതൊക്കെയാണ് എൻ്റെ ആഘോഷങ്ങളൊന്നും ഇല്ലാത്ത ഒരു വിഷു എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് നിങ്ങളുടെ കാര്യങ്ങൾ എന്നൊക്കെയുള്ളത് കമൻറ്റ് ചെയ്യണം കേട്ടോ. എൻ്റെ വീഡിയോ എങ്ങനെ ഉണ്ടെന്ന് കൂടി കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ പെട്ടെന്ന് വരാം കേട്ടോ. ഓക്കെ, ബൈ.